ഹലോ ഗായ്സ്, അപ്പോൾ പാർട്ട് 3 തുടങ്ങാൻ പോവാണ്. നമ്മൾ ഡാമിക്ക് ഇങ്ങനെ പോണ വഴിക്കുള്ളത് ഇതാണ് കേട്ടോ ഗായ്സ്. ഇതാണ് അവിടെ വലിയൊരു സ്റ്റെപ്പാണ് കേട്ടോ. ഇത് കയറി പോകണം ഇനി. പക്ഷേ ആ സ്റ്റെപ്പിലൂടെ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. വേറെ സ്റ്റെപ്പുണ്ട് അവിടെ, അതിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. ഇതിൽ കൂടെ പോയിക്കാണ്ട് ചുറ്റണം കേട്ടോ. അതായത് ഇവിടെ കുറച്ച് പോയാൽ ഡാം എത്തും. അതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങണം. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് ഇവിടെ കാണുന്ന ഒരു സ്റ്റെപ്പുണ്ട്. ഇതിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പം നമ്മൾ ഏകദേശം എത്താനൊക്കെ ആയി. ഇനി കുറച്ചും കൂടി പോവാനുണ്ട് അങ്ങോട്ട്. ഇപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പോകാനുള്ളൂ. നല്ല ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ റോസ് പൂക്കളും ഒക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ. ഇനി കുറച്ചും കൂടി പോകാണ്ട്. ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായത് കൊണ്ട് തന്നെ ഇവിടെ കുറേ ചുറ്റാൻ കിട്ടും. ഇവിടെ ഉണ്ടോ, ഇവിടെ കുറേ റെസ്റ്റ് ചെയ്യാനും എന്താ പറയുക, റെസ്റ്റ് ഒക്കെ എടുക്കാനുള്ള കുറേ ഇതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ ഈ സ്റ്റെപ്പ് കയറി പോയാൽ ഡാമെത്തി. ഈ സ്റ്റെപ്പ് കയറി പോകണം. സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ കയറി കുഴങ്ങിയാണ് കേട്ടോ ഞങ്ങൾ. ഇതാണെങ്കിൽ കുറേ സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മലമ്പുഴ ഡാമിലെത്തി. ഇതാണ് കേട്ടോ ഡാമിൻ്റെ സൈഡ്. ഇവിടെ വലിയൊരു പുഴയുണ്ട്. ഇവിടെ മഴ പെയ്താൽ ഇതുണ്ടോ, നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. കണ്ടോ, രസമുണ്ട്. അവിടെ ഒരു പാലമുണ്ട് കേട്ടോ. അവിടെ നേരെ കാണുന്ന പാലം. ആ പാലത്തിൻ്റെ പേരെന്താണെന്നറിയില്ല. പിന്നെ ഇതാ അപ്പോൾ ഇവിടെ വലിയൊരു പുഴയുണ്ട്. മഴയൊക്കെ പെയ്താൽ അവിടെ നല്ല നിറഞ്ഞിരിക്കും കേട്ടോ വെള്ളം. നല്ല രസമാണ് ഇവിടെ. ഉണ്ടോ, ഞാൻ അതൊക്കെ നടന്നിങ്ങനെ വരുന്നേ. കണ്ടോ ഗൈസ്, ഈ പോയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കുറേ വെള്ളം ഉണ്ടെങ്കിൽ ഇതൊക്കെ മുങ്ങും. ഈ കാണുന്ന ചുവപ്പ് സാധനം ഉണ്ടല്ലോ, ഒക്കെ മുങ്ങും. അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഇവിടുന്ന് അറ്റം വരെ പോകണം. ഇവിടുന്ന് ആ തല വരെ പോകണം. ഞങ്ങളാ തല വരെ പോയിട്ടില്ല. ഞങ്ങൾ കുറച്ച് പോയി. പിന്നെ ഞങ്ങൾക്ക് റോക്ക് വേയിൽ കയറാനൊരു റോക്ക് വേ ഉണ്ടല്ലോ, മുകളിലിങ്ങനെ പോയാണ്. അതിൽ കയറാൻ പൂതിയായി. ഇപ്പോൾ ഇനി റോക്ക് വേ കയറണം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി ഇറങ്ങി. ഇനി റോക്ക് വേക്ക് പോവാണ്. റോക്ക് വേ കയറാൻ പോവാണ്. അപ്പോൾ റോക്ക് വേ കയറണമെങ്കിൽ ഇനി ഇതിൽ കൂടെ ഇറങ്ങിയിട്ടൊക്കെ പോകണം കേട്ടോ റോക്ക് വേക്ക് കയറാൻ. ഇവിടെ ഞങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ ഇരുന്ന്, ഇവിടെ തണലായതുകൊണ്ട് ഞങ്ങളിവിടെ ഇരുന്നിട്ടു. ഞങ്ങളെല്ലാവരും കുഴങ്ങി ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങൾ റോക്ക് വേ കയറാനുള്ള എടുത്തെത്തി. അപ്പോൾ റോക്ക് വേ കയറാൻ വേണ്ടി ഇത് കയറലും ഇറങ്ങലും നല്ല രസമാണ് കേട്ടോ. ചാടി കയറണം, ചാടി ഇറങ്ങണം, അങ്ങനെയാണ് ഇതിലുള്ള പ്രത്യേകത. അങ്ങനെ ഇതാ കയറി നോക്കിയിട്ട് കൈസ് ചാടി കയറണം. അങ്ങനെ പോലെ അങ്ങനെ റോക്ക് വേല ഇങ്ങനെ പോവാണ്. ഇവിടെ ഇവിടുന്ന് അടിയൊക്കെ നോക്കുമ്പോൾ പേടിയാവും. ചെരുപ്പൊക്കെ പോയാൽ പിന്നെ അങ്ങനെയുണ്ടോ കാഴ്ച ഇവിടെ. പിന്നെ ഇവിടുന്ന് കടിയൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ അവിടെ ഏതോ ഒരു ഇരിക്കണ സ്ഥലത്ത് എൻ്റെ വല്യമ്മയും പിന്നെ മൂത്തമ്മയും ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ഞങ്ങൾ ടാറ്റ കൊടുത്ത് ഇനി ഞങ്ങൾ ആ റോക്ക് വേൻ്റെ ആ തലയൊക്കെ പോയിക്കാണ്ട് ചുറ്റി വരണം കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ ഗൈസ്.
ആ തലക്ക് പോയിക്കാണ്ട് ഇനി ചുറ്റി വരണം. അപ്പോൾ ചുറ്റുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ കാണാം. അപ്പോൾ കുറേ കാലിയായ റോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഒറ്റക്ക് കയറുന്നവരുണ്ട്, 2 ആൾക്കാർ കയറുന്നവരുണ്ട്, 3 ആൾക്കാർ കയറുന്നുണ്ടവരുണ്ട്. ശരിക്കും ഒരാൾ, പിന്നെ എൻ്റെ കൂടെ ഒരു കുട്ടി, പിന്നെ ഒരു ഉമ്മ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരു വലിയൊരു നദിൻ്റെ മുകളിലെത്തിയ ഞങ്ങൾ. അപ്പോൾ നല്ല രസമായിരുന്നു. ഇവരൊക്കെ അനിയനാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞ ബ്രിഡ്ജാണത്. ഇനി ഇതിൽ കൂടെ ഇങ്ങനെ പോകണം. ഇത് ഇവിടെ പോകുമ്പോൾ നല്ല രസമാണ്. തണുത്ത കാറ്റൊക്കെ അടിച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ചാണ് പോയാൽ പിന്നെ സ്റ്റക്കാവും. ഇവിടെ നല്ല രസമുള്ളൊരു പുഴയാണ്. കുറച്ചൊക്കെ പോയാൽ അങ്ങനെ സ്റ്റക്കാവും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഇതൊരു മരത്തിന്മേൽ നമ്മൾ കാലൊക്കെ വെക്കും. നല്ല രസമായിരുന്നു. നല്ല വ്യൂ ഉള്ള സ്ഥലം തന്നെ ആയിരുന്നു. വൈബാണ് കേട്ടോ ഇവിടെ. കണ്ടോ, ഇനിയാണ് കാണാൻ പോകുന്നത്. എന്താല്ലേ ഭംഗി, രസമുണ്ടല്ലേ. ഈ സ്ഥലം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ വെള്ളം ഒഴുകുന്നത്. ആദ്യം ഞാൻ അവിടെ ചോദിച്ചു നമുക്ക് മലമ്പുഴ ഫാൻറ്റസി പാർക്ക് പോയില്ല. ഫാൻറ്റസി പാർക്ക് ഞാൻ പോയതാണ്. ഞാനും ചോദിച്ചു ഫാൻറ്റസി പാർക്ക് നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. ഫാൻറ്റസി പാർക്ക് പോകണം. ഞങ്ങൾ മലമ്പുഴ ഗാർഡനിലൂടെ ഇങ്ങനെ ചുറ്റി ഇവിടെ കുറേ പോയുണ്ട്. നല്ല രസമായിരുന്നു. പിന്നെ വാഹനങ്ങൾ റോഡിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. കുറച്ചുകൂടി പോയാൽ എന്താ പറയുക, മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീടിട്ട് ആളാണ് കേട്ടോ വീടുള്ളത്. പിന്നെ തലക്ക വെക്കാണ്ട് തിരിച്ച് വരണം. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക സ്റ്റക്കായി സ്റ്റക്കാണ്ട്. പിന്നെ ബോട്ടൊക്കെ ഇതാ പോണത് ഉണ്ടോ, ബോട്ട്. പിന്നെ നല്ല രസമാണ് കേട്ടോ. കുറച്ച് ഒരു നടുക്കെത്തുമ്പോൾ സ്റ്റക്കാവും, പിന്നെ അത് കഴിയും, പിന്നെ സ്റ്റക്കാവും. അങ്ങനെയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ റെഡിയായി. പിന്നെ ഞങ്ങൾ റോക്ക് വേലൊക്കെ കയറി. പിന്നെ എൻ്റെ നിൽക്കുന്ന കടയിൽ പോയി. അപ്പോൾ കട കണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോവുകയാണ് എങ്ങോട്ട്. ഇവിടെ എപ്പോഴും കുറേ വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ പോയത് പിന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്ലോയിലാണ് കേട്ടോ ആ വണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഞങ്ങളുടെ കൂടെ കയറാൻ കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ എത്തി. അപ്പോൾ തിരിച്ച് പോന്ന് അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗായ്സ്. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറക്കി ട്രെയിന് പോയി. അപ്പോൾ ഞാൻ ടാറ്റ ഒക്കെ കൊടുത്തിട്ടോ. ഞങ്ങൾ ട്രെയിനിൽ കയറിയതും ഇറങ്ങിയതും. അപ്പോൾ ഞങ്ങൾ പരപ്പനങ്ങാടി ഇറങ്ങി. പാലക്കാട് നിന്ന് പരപ്പനങ്ങാടി ഇറങ്ങി. അപ്പം ഞങ്ങൾ കാറിൽ വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് പരപ്പനങ്ങാടിൽ നിന്ന് കുറച്ച് അങ്ങനെ ദൂരമൊന്നും പോകാനില്ല, കുറച്ചേ പോകാനുള്ളൂ. ഞങ്ങൾക്ക് പരപ്പനങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് അരമണിക്കൂർ ഒക്കെ ഓട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ പാലക്കാട് ട്രിപ്പ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ. കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ.